ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഫൈനലിൽ ഒമാൻ താരങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ട് സാംസ്കാരിക കായിക യുവജന വകുപ്പ് മന്ത്രി സെയ്ദ് ദിയസിൻ ബിൻ ഹൈത്തം അൽ സൗദും കഴിഞ്ഞ ദിവസം നടന്ന ഒമാൻ ബഹ്റൈൻ ഫൈനൽ മത്സരം കാണാനായിരുന്നു കുവൈറ്റിലെ ജാബർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെത്തിയിരുന്നത്. ഉന്നത വ്യക്തിത്വങ്ങൾ ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. റോയൽ ഒമാൻ പോലീസിന്റെ വാർഷിക ദിനം ആചരിച്ചു. നിസ്വയിലെ സുൽത്താൻ ഖാബൂസ് അക്കാദമി ഫോർ പോലീസ് സയൻസസിലെ സൈനിക പരേഡ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ റോയൽ കോഡ് ദിവാൻ മന്ത്രി സെയ്ദ് ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദി നേതൃത്വം വഹിച്ചു. പുതുതായി ബിരുദം നേടിയ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സേനയുടെ ഭാഗമായി. സൈനിക പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങൾ മന്ത്രി സെയ്ദ് ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദിക്ക് സല്യൂട്ട് നൽകി. മികച്ച സേവനം കാഴ്ചവെച്ച റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് പ്രഖ്യാപിച്ച മെഡലുകളും മന്ത്രി സമ്മാനിച്ചു. ചടങ്ങിൽ നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ, ഉപദേശകർ, സുൽത്താന്റെ സായുധ സേനാ കമാൻഡർമാർ, റോയൽ ഒമാൻ പോലീസ്, സുരക്ഷാ സൈനിക സേവനങ്ങൾ എന്നിവരും പങ്കെടുത്തു. എല്ലാ വർഷവും ജനുവരി 5-നാണ് ROPയുടെ വാർഷിക ദിനം രാജ്യത്ത് നടക്കാറുള്ളത്. ROPയുടെ സാഹസിക പ്രകടനങ്ങളും അന്നേ ദിവസം നടന്നു. ഒമാനിൽ തണുപ്പ് വർദ്ധിക്കുന്നു. ചില സ്ഥലങ്ങളിൽ 1 ഡിഗ്രി സെൽഷ്യസിന് താഴെ വരെ താപനില രേഖപ്പെടുത്തിയതായാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് സൈക്കിലാണെന്നാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ട്. 3.1 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടത്തെ താപനില. മുക്ഷനിൽ 4 ഡിഗ്രി സെൽഷ്യസും അൽമസ്യൂനിൽ 5.6 ഡിഗ്രി സെൽഷ്യസും തുംറൈത്തിൽ 7 ഡിഗ്രി സെൽഷ്യസും മഹദയിൽ 7.8 ഡിഗ്രി സെൽഷ്യസും യാങ്കൂലിൽ 8.3 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തി. രാജ്യത്തെ ഇനിയുള്ള ദിവസങ്ങളിലും തണുത്ത കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നതെന്നും വിദഗ്ധർ വ്യക്തമാക്കി. അതേസമയം പർവ്വത പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പൊടി ഉയരുന്നതിനാൽ ദൂരക്കാഴ്ചയെ ഇത് ബാധിച്ചേക്കാം. കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. വാണിജ്യ വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനും പുതുക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനുമുള്ള സേവനങ്ങൾ ഓൺലൈൻ പോർട്ടലിലൂടെ നൽകുന്നത് കഴിഞ്ഞ ദിവസം മുതൽ നിർത്തലാക്കുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. ഇത്തരം സേവനങ്ങൾ ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിലൂടെ ഇനി മുതൽ ലഭ്യമാകും. സേവനങ്ങൾ എളുപ്പമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കമെന്നും കെട്ടിട ഉടമയും ഉപയോക്താവും തമ്മിലുള്ള ഇടപാടുകൾ എളുപ്പമാക്കുന്നതിന് ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം വഴി രജിസ്ട്രേഷൻ നടപടികൾ സഹായകമാകുമെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി കൂട്ടിച്ചേർത്തു. സേവനങ്ങൾ പുതിയ രീതിയിലാകുന്നതോടെ ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും ഒഴിവാകും. ഇലക്ട്രോണിക് സർട്ടിഫൈഡ് ലീസ് കരാറുകൾ ഔദ്യോഗിക രേഖകളായി പരിഗണിക്കുമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. ശൈത്യകാല അവധി ചെലവഴിക്കാൻ നാട്ടിലേക്ക് പോയ പ്രവാസികൾക്ക് മടങ്ങിവരാൻ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ. പുതുവർഷവും നാട്ടിൽ ചെലവഴിച്ച് സ്കൂൾ തുറക്കും മുമ്പ് മടങ്ങിയെത്തുന്നവർക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് പകുതി നിരക്കിൽ നിലവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. വരും ദിവസങ്ങളിൽ ഒമാനിലെ ഇന്ത്യൻ വിദ്യാലയങ്ങളിൽ ക്ലാസുകൾ പുനരാരംഭിക്കും. നാട്ടിലേക്കുള്ള നിരക്ക് കുറച്ചതിന് പിന്നാലെയാണ് മടക്കയാത്രാ ടിക്കറ്റുകളും കുറഞ്ഞ നിരക്കിൽ വിമാന കമ്പനികൾ ലഭ്യമാക്കിയിരിക്കുന്നത്. യാത്രക്കാർ കുറഞ്ഞതാണ് നിരക്ക് കുറയാൻ ഇടയാക്കിയത്. അവസരം മുതലെടുത്ത് UAE ഉൾപ്പെടെ ഇതര ഗൾഫ് നാടുകളിലെ പ്രവാസികൾ ഒമാൻ വഴി ടിക്കറ്റ് എടുത്തും യാത്ര ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ നിരക്ക് കോഴിക്കോട് മസ്കറ്റ് റൂട്ടിലും ഉയർന്ന നിരക്ക് തിരുവനന്തപുരം മസ്കറ്റ് റൂട്ടിലുമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ ജനുവരി 6-7 കോഴിക്കോട്ട് നിന്നും മസ്കറ്റിലേക്ക് 38 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. കൊച്ചിയിൽ നിന്നും മസ്കറ്റിലേക്ക് 44 റിയാലിന് വരെ ടിക്കറ്റുകളുണ്ട്. കണ്ണൂർ സെക്ടറിൽ നിന്നും 42 റിയാലിന് ടിക്കറ്റ് ലഭ്യമാണ്. താരതമ്യേന ഉയർന്ന നിരക്കുള്ള തിരുവനന്തപുരത്ത് നിന്നും മസ്കറ്റിലെത്താൻ 55 റിയാലാണ് ടിക്കറ്റ് നിരക്കായി ഈടാക്കുന്നത്. സലാമയർ അടക്കം മറ്റ് ബജറ്റ് എയർലൈനിലും സമാന നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. കോഴിക്കോട് നിന്നും സലാലയിലേക്ക് 38 റിയാലും കൊച്ചിയിൽ നിന്ന് 44 റിയാലുമാണ് നിരക്ക്. എന്നാൽ ജനുവരി ആദ്യ ദിവസങ്ങൾ കഴിഞ്ഞാൽ ടിക്കറ്റ് നിരക്ക് വീണ്ടും കുറയുന്നതായാണ് വെബ്സൈറ്റുകൾ കാണിക്കുന്നത്. എന്നാൽ ജനുവരി ആദ്യവാരത്തിൽ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ക്ലാസുകൾ പുനരാരംഭിക്കും. അതിനാൽ തന്നെ സ്കൂൾ തുറക്കും മുമ്പ് കുറഞ്ഞ ചെലവിൽ പ്രവാസി മലയാളികൾക്ക് മടങ്ങിവരാം.
കേരളത്തിന് പുറത്തുള്ള വിമാനത്താവളങ്ങളിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. ഇത്തവണ അവധിയുടെ ആഴ്ചകൾക്ക് മുമ്പ് ഉയർന്ന ടിക്കറ്റ് ഈടാക്കിയിരുന്ന വിമാന കമ്പനികൾ പിന്നീട് നിരക്ക് കുറയ്ക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ചെലവ് കുറഞ്ഞ യാത്ര പല പ്രവാസികൾക്കും സാധ്യമായി. പലരും ക്രിസ്മസ്, പുതുവത്സര ആഘോഷത്തിനായി നാട്ടിലേക്കും പോയി. നിരവധി കുടുംബങ്ങളും അവധിക്കാലത്ത് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ വരും ദിവസങ്ങളിലായി മടങ്ങിയെത്തും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.